പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമായി. ഒരു പൊളിറ്റീഷ്യനും ഇല്ല. ആരുണ്ട് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്? സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല എല്ലാവരും ചെയ്യുന്നത്. ആരുണ്ട് പൊളിറ്റീഷ്യൻ? ആരുമില്ല. നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനുമില്ല. LDF ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിരിക്കുന്നത് 2 കോൺഗ്രസ്സുകാരെ പിടിച്ചാണ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ആളില്ലേ? ഇന്നലെ വരെ ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അവരെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന നേരെ തിരിച്ച് മുദ്രാവാക്യം വിളിക്കണോ? അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണോ? ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ ഈ MLA-മാരെ മത്സരിപ്പിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അടുത്ത ഉടനെ ഇവർ രാജിവെച്ചു പോകും ഇല്ലേ? നമ്മളെപ്പോലെ ഉള്ളവൻ്റെ കാശാണ് അടുത്ത ഇലക്ഷൻ ഇലവാക്കേണ്ടത്. ഒരു പാർട്ടിക്ക് 7 MLA-മാരുണ്ട്. അതിൽ 2 പേര് പോയാൽ കൂറുമാറ്റമായി, 4 പേര് പോയാൽ പിളർപ്പായി. അതുപോലെ തന്നെ UDF LDF ഇവിടെയുണ്ട്. ഈ LDF-ൻ്റെ കൂടെ നിന്ന് അവരൊരു ഒറ്റ പ്രകടന പത്രികയല്ല മത്സരിക്കുന്നത് അല്ലേ? ഞങ്ങൾ ജയിച്ചാൽ ഇന്നത് ചെയ്യും. ഇവരിൽ നിന്ന് വിട്ടു പോകുന്നവനെ എന്തുകൊണ്ട് കൂറുമാറ്റത്തിൽ പെടുത്തുന്നില്ല? നമ്മളോട് പറഞ്ഞിരിക്കുന്ന UDF-ൻ്റെ ആണെങ്കിലും LDF-ൻ്റെ ആണെങ്കിലും ഇന്ന പാനലിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ ജയിച്ചാൽ ഇന്നത് ചെയ്യും. ഇപ്പം ഇതിനെതിരെ പറയുന്നവരുടെ കൂടെയല്ലേ ഇവർ കൂടാൻ പോകുന്നത്? ഇട്ടച്ചു പോകുമ്പം അതും കൂറുമാറ്റമാക്കണം. ഒരുത്തൻ രാജി വെച്ചിട്ട് അടുത്തതിനെ മത്സരിക്കുന്നു. രാജി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു 5 വർഷത്തേക്കാണ്. ആ 5 വർഷത്തിന് മുമ്പ് എന്ത് കാരണം കൊണ്ട് ഇവൻ രാജി വെച്ചാലും അടുത്ത 5 വർഷത്തേക്ക് ഇവനെ ഭരിപ്പിക്കരുത്, എന്നെ മത്സരിപ്പിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. ഞാൻ UDF-ൻ്റെ ഒന്നാം തരം ഒരു വർക്കറായിരുന്നു. പക്ഷേ ഇപ്പം ഇവൻ്റെ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായി. ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴത്തെ രാഷ്ട്രീയത. ഞാനും എൻ്റെ കുടുംബവും ഞാൻ ഉറക്കളിച്ചാൽ എൻ്റെ പിള്ളേരെ കഞ്ഞി പിടിക്കും. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവരൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത്, അതായത് തമിഴ്നാട്ടിൽ കാണിക്കുന്ന പോലെയൊന്നും കേരളത്തിൽ ഇറക്കിയല്ല. ഞാനിപ്പം ദൈവമായിട്ട് അഭിനയിച്ചു. അതെൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു തൊഴിലാണ്. അവൻ ദൈവമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ പോകാമെന്ന് പറഞ്ഞാൽ വിഡ്ഢികളുടെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും അല്ലേ? അവൻ തൊഴിൽ ചെയ്യുന്ന അവൻ്റെ തൊഴിലാണ്. ദൈവമായിട്ടാണെങ്കിലും ധർമ്മക്കാരനായിട്ടായാലും എങ്ങനെ അഭിനയം എന്ന് പറഞ്ഞാൽ അവൻ്റെ തൊഴിലാണ്, അവൻ്റെ ജീവിതമാർഗ്ഗം. അത് അവർ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിനുപരിയായിട്ട് ജനങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. കലകൊണ്ട് ജനങ്ങളുടെ നമ്മുടെ ഈ രാജ്യത്ത് നിയമനിർമ്മാണ സഭകൾ മുതൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട കാലം. ഇന്ന് പലർക്കും പല നിയമം, ഉള്ളവൻ ഒരു നിയമം, ഇല്ലാത്തവൻ ഒരു നിയമം. ഇന്ന് ഇവിടെ രാഷ്ട്രീയമല്ല ഭരിക്കുന്നത്, മുഴുവനും സമുദായം. ഇലക്ഷൻ ചെയ്ത് എല്ലാവരും ജയിപ്പിച്ച് വിട്ടാൽ മാത്രം പോരാ, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണം. അല്ലാതെ അവർ പോയി കസേര ഇരുന്ന കൊണ്ടൊന്നും ഞങ്ങൾക്ക് പാവങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഞങ്ങൾക്ക് ടാറ്റ തരുന്ന മന്ത്രിമാരെ വേണ്ട, ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന മന്ത്രിമാരെ മതി. വിലക്കയറ്റെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഉണ്ടാവില്ല, നമുക്ക് മാത്രമല്ല. പിന്നെ ചില സമയത്ത് ഇത് സാധനം ഇല്ലാതെ വരുമ്പോൾ കയറി വരും. അല്ല അപ്പം പറയും കച്ചവടം പറയും ചെറുതായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അതേപോലെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. ഷോപ്പ് ഉണ്ടാണോ അതുപോലെ എന്തെങ്കിലും എന്ത് സാധനത്തിന് വില പറയുള്ളൂ. ഇപ്പം എന്താ സവാള വില ഇടിഞ്ഞു, 80 രൂപ കിടന്ന സാധനം ഷോപ്പ് വന്നപ്പോൾ വില ഇടിഞ്ഞു. തക്കാളി കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ കണ്ട തമിഴ്നാട്ടിൽ ഒരു പെട്ടി തക്കാളിക്ക് 12 രൂപ, ഇവിടെ 40 രൂപ 60 രൂപയ്ക്കാണ്. ഷോപ്പ് ന്യായമായ ക്രോപ്പ് എപ്പോഴും ഒരേ സീസണിൽ കിട്ടുകയാണെങ്കിൽ വില ലെവലായി. ഇനി കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നോളജി ഇറക്കിയിട്ടുള്ള ഇത് വേണം. നമ്മളിവിടെ ചെയ്യുന്ന ഇപ്പം ഞാൻ ഈ കട ചെയ്യാണ്, രാവിലെ കട വെക്കാൻ പരിപാടി കഴിഞ്ഞ് പോയി മറിച്ച് ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വാഴ വെക്കാൻ ഞാൻ നിൽക്കത്തില്ല. ആ മെൻറ്റാലിറ്റി ജനങ്ങളിൽ മാറ്റിയെടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കും. നമ്മളെ വ്യക്തികൾക്ക് അതിന് സാധിക്കുകയാണ്. പെട്ടെന്ന് ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, വ്യക്തികൾ കൂടിയാണ് കൂട്ടായ്മ. പിന്നെ 2 കൊല്ലം 2 ടേൺ ഒരു പാർട്ടി അതിൽ കൂടുതൽ കൊടുക്കരുത്. പിന്നീട് പാടില്ല, അടുത്തയാൾ പറയാൻ പാടില്ല. അല്ല ഒരു പാർട്ടിയിൽ നിന്നായാലും പ്രശ്നമില്ല, ലീഡർഷിപ്പ് 2 രാഷ്ട്രീയത്തിൽ മാത്രം. അതുപോലെ മിനിസ്റ്റർ ആയാലും ശരി 2 വർഷത്തിനുള്ളിൽ 2 ടേണിനുള്ളിൽ കൊടുക്കാൻ പാടില്ല. ഇപ്പം ഇപ്പോഴുള്ള പുതിയ ആശയങ്ങൾ കയറി വരുന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ട് കയറുമ്പോൾ എനിക്കൊന്നും ഈ പുത്തനച്ചി പെരുപ്പുറം തൂക്കുന്ന പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി. അതിനെതിരെ അയാളെ സിനിമാകാരൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നത്. രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയക്കാരായിട്ട് ജനിച്ചു വരുന്നതല്ലോ. അയാൾ കർമ്മമേഖല രാഷ്ട്രീയത്തിലായിട്ട് നമ്മളായാലും രാഷ്ട്രീയക്കാരായിട്ട് കാണുന്നു. ഇയാൾ സിനിമയില്ല, നാളെ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടാക്കിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു തമിഴ്നാട് മോഡൽ അല്ല ആന്ധ്ര മോഡൽ എന്നൊന്നും പറഞ്ഞ കാര്യം ആർക്കും ഇപ്പം നിങ്ങൾ തന്നെ ഇരിക്കാമല്ലോ. ഏതായാലും കേരളത്തിലൊന്നും അത് നടക്കാൻ പോകുന്നില്ല. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മുമ്പൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെ ഇപ്പം അതിനൊന്നും വലിയ പ്രസക്തിയില്ല. കേരളത്തിലുള്ള ആളുകളായിട്ട് സിനിമാ നടനെ നോക്കിയൊന്നും വോട്ട് ചെയ്യാനൊന്നും പോവുക. നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഒത്തിരി മാറ്റങ്ങളായില്ലേ. ഇപ്പം തന്നെ നമുക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഇതേ പട്ടണം ഞെക്കി നമുക്ക് വേണ്ടാന്ന് വെക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. തീർച്ചയായിട്ടും വേണ്ടതല്ല. ബൂത്തിലേക്ക് പോകണമെന്നുള്ളതല്ല, എൻ്റെ പ്രതിഷേധം അറിയിക്കാനെങ്കിലും ചെല്ലാമല്ലോ.